ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ദൈവത്തിന്റെ വിലയേറിയ ദാസന്മാർ, ശേഷം കൂടിയിരിക്കുന്ന PAP മെമ്പേഴ്സ്, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനങ്ങൾ. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് പലപ്പോഴും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഏറ്റെടുത്തിട്ടും വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ചുന്ന അനേക ദൈവദാസന്മാർ കാലയവനയ്ക്കുള്ളിൽ വസിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിനുവേണ്ടി ഇറങ്ങി തിരിച്ച് സകലവും നഷ്ടപ്പെട്ടിട്ട് വിശ്വാസത്തിനുവേണ്ടി ഉറച്ചു നിന്ന ഒരു ദൈവദാസന്റെ കഥയാണ് ഈ പൽക്കാലം നമ്മളിവിടെ കേൾക്കുവാൻ പോകുന്നത്. കാതികേരല്ല കലാകാരല്ല ഞങ്ങൾ, കേവലം BCK മെമ്പർ മാത്രം. കാതികേരല്ല കലാകാരനല്ല ഞങ്ങൾ, കേവലം BCK മെമ്പർ മാത്രം. ഞങ്ങളിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ക്രിസ്തുവിന്. ഈ കഥ നടക്കുന്നത് അമേരിക്കയിലല്ല, ലണ്ടനിലല്ല, യൂറോപ്പിന്റെ തെരുവീതികളല്ല, പിന്നെ എവിടെ? കേരളത്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാട്ടായ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ. അതാ നോക്കൂ, അങ്ങകലെ മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടെടുത്ത മധ്യ തിരുവിതാംകൂറിലെ ഒരു കൊച്ചു ഗ്രാമം. കാടും മലകളും കാട്ടാറുകളും കളങ്ങളും ഒഴുകുന്ന കുഞ്ഞരുകളുമുള്ള ഒരു കൊച്ചു നാട്. എന്ത് മനോഹരമായ നാട്! ഏതാണ് ആ നാട്? ആ നാടിന്റെ പേരാണ് കല്ലേലി. നീലവാനം ശ്യാമചന്ദ്രികപുരം, ഈ സ്നേഹതീരം എല്ലാം നാഥനൊരുക്കി. നീലവാനം. മലയോര ഗ്രാമമായ കല്ലേലി വളരെ ശാന്തവും മനോഹരവുമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം. ക്രിസ്ത്യൻ സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമത്വത്തോടെയും വസിക്കുന്ന ആ കൊച്ചു ഗ്രാമത്തെ രണ്ടായി പകുത്തുകൊണ്ടൊഴുകുന്ന അച്ചൻകോവിലാറ്. ആ ഗ്രാമത്തിന് പ്രൗഢഭംഗി വിളിച്ചോതുന്ന കുന്നേൽ വലിയപള്ളി. ആ ഗ്രാമനിവാസികൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകരുന്ന അറിവിന്റെ തീരാഖനിയായി നിൽക്കുന്ന കല്ലേലി LP സ്കൂൾ. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കർക്കിടകത്തിലെ ഒരു പുലരി കൂടി പിറന്നു. സൂര്യൻ അന്നും കിഴക്കുണർന്നു. തങ്ങളാണ് സൂര്യനെ ഉണർത്തിയത് എന്ന മട്ടിൽ കോഴികൾ ആഞ്ഞുകൂവി, കിളികൾ ചിലച്ചു, പള്ളിമണികൾ മുഴകി. മഞ്ഞും തുള്ളികളിൽ നീരാട്ട് കഴിഞ്ഞ വൃക്ഷലതാദികൾ പ്രഭാതത്തിന്റെ പുതുവസ്ത്രമണിഞ്ഞ് മെല്ലെ ഇളകി തുടങ്ങി. അങ്ങനെ ആ കല്ലേലി ഗ്രാമം പതുക്കെ ഉണർന്നു. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിതാ പാടുന്നു ഗീതങ്ങൾ, മനമേ നീയുമുണർന്നേറ്റു പാരനെ പാടിൽ പൂരിക്കാം, മനമേ നീയുമുണർന്നേറ്റു പാരനെ പാടിൽ പൂരിക്കാം. കല്ലേലിക്കാർ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. നാട്ടിലെ ആദ്യത്തെ സംഭവം. നാട്ടിലെ ജനങ്ങൾ നങ്ങേലിക്കടവ് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. ഇന്ന് കൊട്ടാരത്തിൽ കോശിയുടെയും കുടുംബത്തിന്റെ സ്നാനമാണ്. എന്ത്? കൊട്ടാരത്തിൽ കോശിയുടെയും കുടുംബത്തിന്റെ സ്നാനമാണെന്ന്. നാട്ടിലെ ആദ്യത്തെ സ്നാനം നാലാൾ കൊടുന്നിടത്തും നാൽക്കവലിലും എല്ലാം ചർച്ച ചെയ്ത് തന്നെ. അത്രയ്ക്ക് കേമനായിരുന്നു കോശി. നാട്ടിലെ ചട്ടമ്പി, അറിയപ്പെടുന്ന അഭ്യാസി, കൊട്ടാരം വീട്ടിലെ ഇളയ സന്താനം. അടിക്കാനും കുത്താനും വേണമെങ്കിൽ തട്ടാനും അടിക്കാത്ത കോശി. കള്ളു കുടിക്കുവാനായി കള്ളുശാപ് വിലയ്ക്ക് വാങ്ങിയവൻ. കള്ളു കുടിക്കാനും ചീത്ത പറയാനും വേണ്ടി മാത്രം വാ തുറക്കുന്ന ഒരു അഭ്യാസി. ഇങ്ങനെയുള്ളൊരു കോശി എങ്ങനെ മാനസാന്തരപ്പെട്ടെന്നു കൂട്ടുകാരെ നിങ്ങൾക്കറിയണ്ടേ? ദൈവജനമേ, നിങ്ങൾക്ക് കേൾക്കണ്ടേ? ആ കഥ ഞാൻ പറയാം. ആ കഥ ഞങ്ങൾ പറയാം. മീനമാസത്തിലെ ചൂടേറിയ ദിവസങ്ങൾ. അരുവികളും തോടുകളും വറ്റിവരണ്ടു. അച്ചൻകോവിലാറും വരൾച്ചയുടെ പിടിയിലായി. കാൽ നനയ്ക്കാൻ മാത്രം വെള്ളം. പള്ളിക്കൂടം അടച്ചതിന്റെ സന്തോഷത്തിൽ കുട്ടികൾ ആ തുലസിക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ കിളിത്തട്ടുകൾ സജീവം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കാളവണ്ടി ഉപദേശിക്കുന്ന കൊച്ചുകുഞ്ഞ് ഉപദേശി അങ്ങനെ കല്ലേലിയിലെത്തി. പേര് പോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ സദാസമയം കാളവണ്ടി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഊണും ഉറക്കവും എല്ലാം കാളവണ്ടി തന്നെ കേട്ടോ. സഞ്ചാരപ്രസംഗിയായ ആ ഉപദേശി ഒരു നിയോഗം പോലെയാണ് കല്ലേലിലെത്തിയത്. വീടുകൾ തോറും കയറി സുവിശേഷം പറയുന്ന, കവലകൾ തോറും പ്രസംഗിക്കുന്ന ഉപദേശിയുടെ പ്രവർത്തനം ആ ദേശത്ത് ശക്തമായി. അനേകർ രക്ഷിക്കപ്പെട്ടു, അനേകർ സൗഖ്യം പ്രാപിച്ചു, ചിലർ മാനസാന്തരപ്പെട്ടു. ആ കൂട്ടത്തിൽ കോശിയുടെ ഭാര്യ സാറാമ്മയും മാനസാന്തരപ്പെട്ടു. കോശി അറിയാത്തൊരു മാനസാന്തരം. അന്നു മുതൽ സാറാമ്മ കോശിയുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചു തുടങ്ങി.
ഒരു സ്വയം സന്ധ്യ നേരം. കിഴക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് വന്നു. കിളികൾ ചില്ലകളിൽ ചേക്കേറി. ജോലിയും കൂലിയും കഴിഞ്ഞ നാട്ടുകാർ കടകളിലും കമ്പോളത്തിലുമായി കറങ്ങുന്നു. അങ്ങനെ കളവണ്ടി ഉപദേശി കവലയിലെത്തി. കളവണ്ടി പാതയുടെ ഓരത്തായി നിർത്തി. പതിപോലെ പഴകിയ തകരക്കൊള്ളാമ്പി കയ്യിലെടുത്തു. അടികൊണ്ട് തെരമ്പിച്ച തമ്പേർ കറ്റ തൂക്കി. അദ്ദേഹം ആ പതിപോലെ യോഗം തുടങ്ങി. കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. പാപവും മാനസാന്തരം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഉപദേശി പ്രസംഗം തുടങ്ങി. അദ്ദേഹത്തിന്റെ സാക്ഷ്യവും ഇടയ്ക്കുള്ള പാട്ടും പ്രസംഗത്തിന് കൊഴുപ്പേകി. പ്രസംഗം കത്തിക്കയറുന്നു. ചിലർ ചിരിക്കുന്നു, ചിലർ പരിഹസിക്കുന്നു, ചിലർ പ്രസംഗത്തിൽ ലയിച്ചിരിക്കുന്നു. അതാ ആ തെരുവിന്റെ ഒരു കോണിൽ അവിടെ കോശിയിരിക്കുന്നു. പെന്തക്കോസ്തുകാരെയും ഉപദേശിമാരെയും ജന്മശത്രുക്കളാക്കിയിരുന്ന കോശിക്ക് ഉപദേശിയുടെ പ്രസംഗം അത്ര പിടിച്ചില്ല. എന്ത്? പ്രസംഗം പിടിച്ചില്ലെന്ന്. കോശിയുടെ നരമ്പുകൾ വലിഞ്ഞു മുറുകി. ഈ ഉപദേശിയെ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് കോശി തീരുമാനിച്ചു. അയ്യോ, അതാ കോശി എഴുന്നേറ്റു. കോശിയുടെ കാലുകൾ ഉപദേശിയെ ലക്ഷ്യമാക്കി താൻ നീങ്ങുന്നു. പ്രസംഗം ശ്രമിച്ചവരും പീഡിക തിണ്ണയിൽ ഇരുന്നവരും തലസമായി ഇരുന്നവരും എഴുന്നേറ്റു. ചിലർ പേടിച്ചു കരഞ്ഞു, ചിലർ കൊന്ത ചൊല്ലി, ചിലർ നാമം ചൊല്ലി. ഇനി എന്ത് സംഭവിക്കും? കവല നിശബ്ദമായി. കോശി ഉപദേശിയുടെ അടുത്തെത്തി. ചുവന്ന കണ്ണുകൾ, തീ പറന്ന നോട്ടം, പട്ടച്ചാരയത്തിന്റെ രൂക്ഷഗന്ധം, അരയിൽ മിന്നിത്തിളങ്ങുന്ന കടാരി. കോശിയുടെ രക്തം തിളച്ചു, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കോശി ഉപദേശ ലക്ഷ്യമാക്കി മുന്നോട്ട് യാത്രയായി. കോശിയുടെ കാലുകൾ ഉപദേശ ലക്ഷ്യമായി മുന്നോട്ട് യാത്ര തിരിക്കുമ്പോൾ കവല നിശബ്ദമായി, തെരുവ് നിശബ്ദമായി. പീഡികത്തിന്റെ അലസമായിരുന്നവരും ഉപദേശിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരും പയ്യെ എഴുന്നേറ്റു. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഇതൊന്നും വകവയ്ക്കാതെ കോശി ഉപദേശിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് ഇരിക്കുന്നു. സമുദായ സ്നേഹികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. കോശി ഉപദേശിയുടെ അടുത്തെത്തി. കോളറിൽ കുത്തിപ്പിടിച്ചു, നിലത്തേക്ക് വാതിത്തെറിഞ്ഞു. ആ സാധുവായ മനുഷ്യനെ, ആ വൃദ്ധനായ മനുഷ്യനെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ പൊതിരമർദ്ദിച്ചു. ഹൃദയം പൊട്ടുന്ന വേദനയ്ക്കിടയിലും ശരീരം പൊട്ടുന്ന വേദനയ്ക്കിടയിലും ആ സാധു പറഞ്ഞു, അല്ലേ ഉപദ്രവിക്കരുത്, എന്നെ അടിക്കരുത്. അരിശം തീരാത്ത കോശി ആ ഉപദേശിയുടെ മുഖം റോഡിലിട്ട് ഉരച്ചു. പ്രാണൻ പോകുന്ന ആ വേദനക്കിടയിലും ഉപദേശി സ്വർഗത്തിലേക്ക് നോക്കി. വിശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിശ്വാസത്തിന്റെ വാക്കുകൾ വിതറിക്കൊണ്ടുണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ആ പ്രത്യാശയുടെ ഗാനം അദ്ദേഹം ഇപ്രകാരം പാടി. പൂർവപിതാക്കളാമപ്പോസ്തല ദൂരവേ ദർശിച്ച് ഭാഗ്യദേശോ ആകയാൽ ചേതാമെന്നിലാവോ അന്യരന്നെന്നീലോ പ്രാമാത് യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ചിടോ രക്ഷകനായി അന്യശ്വാസം വളരോ. അരിശം തീരാത്ത കോശി ഉപദേശിയുടെ തമ്പേർ ചവിട്ടി പിടിച്ചു. കാളവണ്ടി അടിച്ചു തകർത്തു. കോളാമ്പിയും ബൈബിളും അച്ഛൻ കോവിലേക്ക് വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിഞ്ഞ ശേഷം എന്തോ വൻ കാര്യം സാധിച്ചതിന്റെ ഗർഭോടുകൂടി അദ്ദേഹം അതാ ആ തിരുവിതിലൂടി മന്ദം മന്ദം നടന്നു നീങ്ങുന്നു. മണ്ണിൽ കിടന്ന ഉപദേശിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കശേരിക്കൽ നുറുങ്ങുന്ന വേദന. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവരും വേച്ചു പോകുന്ന ഉപദേശി രക്തമുഖത്തൂടെ ധാരധാരയായി ഒഴുകുന്നു. ഒരു കൈ സഹായത്തിനായി ചുറ്റോട് ചുറ്റും നോക്കി, ഇല്ല, ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. അടുത്ത് കണ്ട ആലിൻ മരത്തിൽ കയറി പിടിച്ചുകൊണ്ട് ഉപദേശി സാവധാനം എഴുന്നേറ്റു. ശേഷം സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ഭക്തൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ,
ആ സഹോദരൻ ഒരു ദോഷം ഭവിക്കുവാൻ കർത്താവ് ഇടവരുത്തരുതേ. ഒരു മാനസാന്തരത്തിന് അനുഭവം നീ മടക്കി കൊടുത്ത് സഹോദരൻ നിത്യരക്ഷയിലേക്ക് വരുവാൻ കർത്താവെ നീ സഹായിക്കണമേ. പ്രാർത്ഥിച്ച ശേഷം ഉപദേശിച്ച് ചുറ്റും നോക്കി. തന്റെ സമ്പാദ്യങ്ങളെല്ലാം തകർന്നു കിടക്കുന്നു. ഉള്ള സമ്പാദ്യങ്ങൾ വാരി എടുത്തുകൊണ്ട് വെച്ചു പോകുന്ന ആ ഭക്തൻ ആ യാത്രക്കിടയിലും പ്രത്യാശയോടെ ഇപ്രകാരം പാടി: ദോഷമായിട്ടൊന്നു എന്നോ എന്റെ ദാരൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നു എന്നോ എന്റെ ദാരൻ ചെയ്യുകയില്ല. എന്നെ അവനാടിച്ചാലും ഞാനവനെ സ്നേഹിക്കുന്നു. എന്നെ അവനാടിച്ചാലും ഞാനവനെ സ്നേഹിക്കുന്നു. പുലരിക്കും പോവാൻ കഴിയും മുമ്പേ അന്ന് കല്ലേലിക്കാർ ഉണർന്നു. അവർക്ക് പറയാൻ ഇന്നൊരു വാർത്തയുണ്ട്. മറ്റൊന്നുമല്ല, കോശി തടഞ്ഞു കിടക്കുന്നു. കേട്ടവർ കൊട്ടാരം വീട്ടിലേക്ക് ഓടി. അറിയാത്തവരോട് ഓടുന്ന വഴി പറഞ്ഞിട്ട് അവരും ഓടി. അതാ കൊട്ടാരം വീട് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. കാര്യം ശരിയാമില്ല. പ്രതാപിയായ കോശി അതാ ആ കെട്ടിൽ തളർന്നു കിടക്കുന്നു. രാത്രി കിടന്നതാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. കോശിയോട് നേർക്ക് നിൽക്കാൻ പേടിയുള്ളപ്പോലും കോശിയുടെ അടുത്ത് ചെന്നു. ചിലർ തൊട്ടു, ചിലർ ആശ്വസിപ്പിച്ചു. അരകിൽ കലഞ്ഞ കണ്ണുകളുമായി ഭാര്യ സാറാമ്മ. എന്നാൽ കോശിക്ക് മാത്രം യാതൊരു കുലുക്കവുമില്ല. കാര്യം നാട്ടിൽ ചർച്ചയായി. ചിലർ പറഞ്ഞു കോശിക്ക് അത് അങ്ങനെ തന്നെ വേണം. എന്നാൽ ചിലർ മാത്രം കൊച്ചുഞ്ഞ ഉപദേശിയുടെ പക്ഷം ചേർന്നു. അത് ഉപദേശിയെ അടിച്ചതിന്റെ ദൈവകോപമാണ് അവർ വിശ്വസിച്ചു. എന്നാൽ ഭാര്യ സാറാമ്മയ്ക്ക് മാത്രം അത് മാനസാന്തരത്തിന്റെ ഒരു തുടക്കമെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ നാളുകൾ കടന്നുപോയി. സംഭവം ഗ്രാമം മറന്നു. കോശി ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും മാറി മാറി പരീക്ഷിച്ചു. ഫലമില്ല. കോശി എഴുന്നേറ്റില്ല. കറങ്ങത്തിരിഞ്ഞ് കൊച്ചുകുഞ്ഞു ഉപദേശി വീണ്ടും കല്ലേലിലെത്തി. കൊണ്ടതൊന്നും മതിയായില്ലേ അല്ലേ നാട്ടുകാരുടെ പരിഹാസം. എന്നാൽ ഇപ്രാവശ്യം ഉപദേശി നേരെ പോയത് കൊട്ടാരം വീട്ടിലേക്കാണ്. ഉപദേശിയെ കണ്ട മാത്രയിലെ കോശി പൊട്ടിക്കരഞ്ഞു. അല്ലയോ ഉപദേശി, അങ്ങേ അടിച്ചതിന്റെ ദൈവകോപമാണ് ഞാൻ അനുവദിക്കുന്നത് എന്ന് പറഞ്ഞ് പശ്ചാത്തലത്തോടെ കോശി ഉപദേശിയോട് പൊട്ടിക്കരഞ്ഞു, നിലവിളിച്ചു. ശേഷം പ്രാർത്ഥിക്കുന്നവരെ കണ്ട ചീത്ത പറയുന്ന കോശി ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപദേശിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉപദേശി കോശിയുടെ തലയിൽ കൈവച്ച് രോഗത്തെ ശാസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടി പീണരാൽ കണ്ണാടി പീണരാൽ കണ്ണാടി പീണരാൽ എനിക്കു സൗഖ്യം. കണ്ണാടി പീണരാൽ കണ്ണാടി പീണരാൽ കണ്ണാടി പീണരാൽ എനിക്കു സൗഖ്യം. ജീവിതത്തിൽ ആദ്യമായി കോശി പ്രാർത്ഥിക്കുവാനായി കണ്ണുകൾ അടച്ചു. അതാ താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ ഓരോ പാപങ്ങൾ ആരോ അതാ ആ ചുമരിൽ വരച്ചു കാണിക്കുന്നു. അവൻ അത് കണ്ട് കോശി പൊട്ടിക്കരഞ്ഞു, സ്വയം പശ്ചാത്തപിച്ചു. രക്ഷിതാവിനെ കാണ്ട പാവി, രക്ഷിതാവിനെ കാണ്ട പാവി, നിന്റെ പേർക്കല്ലയോ കുരിന്മേൽ, നിന്റെ പേർക്കല്ലയോ കുരിന്മേൽ. ഒടുവിൽ കോശിക്ക് ദൈവസ്നേഹം മനസ്സിലായി. പാപത്തിന്റെ കുറ്റബോധം അവനറിഞ്ഞു. കോശി ഒന്ന് താണു. കോശി താന്നതും ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഉപദേശി പ്രാർത്ഥിച്ചു തീർന്നപ്പോഴേക്കും കോശി എഴുന്നേറ്റു. ചുറ്റും സ്തുതിസ്തോത്രങ്ങളുടെ ആരവം. കോശിക്ക് സൗഖ്യം കിട്ടി. അതെ, കോശിക്ക് സൗഖ്യം കിട്ടിയെന്ന്. കോശി മാനസാന്തരപ്പെട്ടു. പിറ്റേന്ന് മുതൽ അങ്ങാടിയിലും തെരുപ്പുണ്ടിലൊന്നും കോശിയെ കാണുന്നില്ല. കോശിയുടെ മാനസാന്തരം നാടറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, പള്ളി അറിഞ്ഞു, പള്ളി കമ്മിറ്റിക്കാരറിഞ്ഞു, വീടറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു. എങ്ങും ഇത് തന്നെ ഒരു ചർച്ചാ വിഷയം. പള്ളിക്കാർ 2 ദിവസമായി കോശിയുടെ വീട്ടിൽ തന്നെയാണ്. വെറുതെയല്ല, അവരെ സ്നാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി. സഭ വിട്ടുപോകല്ലെന്ന് കമ്മിറ്റിക്കാർ. പാപത്തിൽ മുഴുകി നടന്നപ്പോൾ തന്നെ ഉപദേശിക്കാത്ത പള്ളിക്കാരോട് താൻ വെച്ചകാൽ പുറകോട്ടില്ലെന്ന് കോശി. തങ്ങൾ തിരികെ കൊണ്ടുപോകുന്ന കമ്മിറ്റിക്കാർ.
സ്നാനം കഴിഞ്ഞാൽ കോശി എന്ന മകൻ തനിക്കില്ലെന്ന് പിതാവ് വർക്കി. ഇനി എന്ത് സംഭവിക്കുമെന്ന് അങ്കലാപ്പോടെ നാട്ടുകാർ ആകെ ഒരു പിടിവലി. കോശി തീരുമാനം മാറ്റില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഒട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല. ആരെല്ലാം എതിർത്താലും എല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല. പുറത്തോട്ടിറങ്ങിയ പരിഹാസം, എങ്ങോട്ടിറങ്ങിയാലും പരിഹാസം. ഒരു പെന്തക്കോസാരൻ പോകുന്നു, അണ്ട പോകുന്നൊരു പെന്തക്കോസാരൻ, അവൻ കലക്കവെള്ളത്തിൽ മുങ്ങാൻ പോകുക, ചുറ്റോട് ചുറ്റും നിന്ന് പരിഹസിക്കുന്നു. അല്ല, ഒരു കൂട്ടർ പറയുന്നു കോശിയും കുടുംബത്തെയും പെന്തക്കോസുകാർ തട്ടിക്കൊണ്ടുപോയി കലക്കവെള്ളത്തിൽ മുക്കിയെന്ന്. മറ്റൊരു പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലല്ല, സ്നാനം കഴിഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് കൊണ്ടുപോവുകയാണെന്ന്. ഇത്രയേറെ പരിഹാസങ്ങൾ കേൾക്കുമ്പോഴും കോശിരുകാരുമാർത്ത് ഒരു കാലത്ത് തന്റെ നേരെ നിൽക്കാത്തവർ, ഒരു കാലത്ത് താൻ തെരുവിൽ കൂടി നടന്നു വരുമ്പോളെ പേടിച്ച് മാളത്തേക്കറി ഒഴിക്കുന്നവർ ഇതാ ചുറ്റും നിന്ന് പരിഹസിക്കുന്നു. ഈ ലോകനാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും, ഈ ലോകനാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമേദിയാലും ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. എന്തായാലും കല്ലേലിലെ കൊച്ചു കോടീശ്വരൻ മുങ്ങാൻ തീരുമാനിച്ചു. ആ സ്നാനമാണ് ഇന്ന് നടക്കുന്നത്. നാട് കാത്തിരുന്ന ദിവസം. നാട് നങ്ങലിക്കടവ് ആളുകളെ കൊണ്ട് നിറഞ്ഞു. എല്ലാ എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് അതാ കോശിയും ഭാര്യയും അതാ സ്നാനക്കടവിലേക്ക് മന്ദം നടന്നു നീങ്ങുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന അങ്കലപ്പോടെ അതാ കൂടെ നാട്ടുകാരും. സ്നാനം മുടങ്ങാനായി ചിലർ ആറ്റിൽ തോട്ട പൊടിച്ചു, ചിലർ ബണ്ട് തുറന്നു വിട്ടു. ഒന്നിനും പതറാത്ത കോശി ഭാര്യ സാറാമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അതാ ആ ആറ്റിലേക്ക് മന്ദം അതാ നടന്നു നീങ്ങുന്നു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനും ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിനും ജയം ജയം എപ്പോഴും. ശത്രുഗണ ഒന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണ ഒന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കില്ല ഇനി, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കില്ല ഇനി. അങ്ങനെ ആരുടെയും എതിർപ്പ് വകക്കാതെ തങ്ങളുടെ മാനസാന്തരത്തിന് കാരണമായ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ കൈക്കീഴിൽ ആ കുടുംബം സ്നാനപ്പെട്ടു. വേര് പറയാത്ത യാക്കോബ സഭയുടെ വേരിന് ആട്ടം തട്ടിയോ? ചിലരുടെ മനസ്സിൽ വേവലാതി. കോശിയുടെ കുടുംബസ്നാനം നാട്ടിൽ പാട്ടായി. കടകളിലും ചായക്കടകളിലും ചർച്ചാ വിഷയമായി. സ്നാനം കഴിഞ്ഞ് തളരാത്ത മനസ്സും കുനിയാത്ത ശിരസുമായി കോശിയാനും സാറാമ്മയും അതാ ആ നാട്ടുവീതിയിലൂടെ ഭവനത്തിലേക്ക് മടങ്ങുന്നു. ആളുകൾ അവരെ കൗതുകത്തോടെ വീക്ഷിച്ചു. ചിലർ കളിയാക്കി. കോശിയുടെ വീട്ടിൽ ഇനി എന്ത് നടക്കുമെന്ന് അങ്കലാപ്പോടെ അതാ പിന്നാലെ നാട്ടുകാരും. കുനിയാത്ത ശിരസും തളരാത്ത ശരീരവുമായി കൊട്ടാരം വീടിന്റെ മുറ്റത്തേക്ക് കോശിയെയും ഭാര്യയും കണ്ടപ്പോൾ കോലായിൽ ചാരിക ശരീരം മുറുക്കിക്കൊണ്ടിരുന്ന പിതാവ് വർക്കി ചാടി എഴുന്നേറ്റു. കലക്കവെള്ളത്തിൽ മുങ്ങുന്നവനും തമ്പേർ കൂട്ടുന്നവനും കയറിക്കിടക്കാനുള്ള സത്രമല്ലിത്. കെട്ടുതാലയും പൊട്ടിച്ച പള്ളിയെയും പട്ടിക്കാരൻ ധിക്കരിച്ചടക്കുന്ന നീയൊന്നും ജീവിതത്തെ ഗതിപിടിക്കത്തില്ല എന്ന് പറഞ്ഞ് ശപിക്കുന്ന അമ്മ മറിയാമ ശാപത്തിന്റെ വാക്കുകൾ കേട്ടിട്ടും സ്വോത്രം പറഞ്ഞ കോശിയെയും ഭാര്യയും കണ്ട വർക്കിക്ക് വീണ്ടും കലികേറി. ഒരു നല്ല ശമരിയാക്കാരൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വായിക്കിടുന്ന മുറുക്കാൻ കോശിയുടെ മുഖത്തേക്ക് നീട്ടിയൊരു തുപ്പേ. ആ ചുവപ്പരവസാനം മുഖത്ത് നിന്ന് വടിച്ചു മാറ്റുമ്പോഴും സമചിത്തത വിടാതെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കോശിയെയും ഭാര്യയുടെ മുഖത്ത് നോക്കി പിതാവ് വർക്കി കലികേറി പറഞ്ഞു, കൊട്ടാരം വീട്ടിൽ വർക്കിക്ക് ഇങ്ങനൊരു മകൻ ഇല്ല. എന്റെ രക്തത്തിൽ ഇങ്ങനൊരു മകൻ ജനിച്ചിട്ടില്ല. നാടിനും വീടിനും അവമാനമുണ്ടാക്കാൻ ജനിച്ച നശിച്ച സന്തതി. പിടിച്ചു പുറത്തുകൊള്ളാൻ മൂത്ത മക്കളോട് കൽപ്പിച്ചു. അപ്പന്റെ ഏതാജ്ഞ അനുസരിക്കുന്ന മൂത്ത മക്കൾ കോശിയെയും ഭാര്യയെയും പിടിച്ച് വീടിന് പുറത്താക്കി.
നിറവയറുമായി നിൽക്കുന്ന സാറാമ്മയുടെ കൈയും പിടിച്ച് കോശി ആ കൊട്ടാരം വീട്ടിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. താൻ ജനിച്ചു വളർന്ന വീട്, താൻ പിച്ച വെച്ച് വളർന്ന തൊടികൾ, എന്റെ എല്ലാമായ മാതാപിതാക്കളും സഹോദരങ്ങളും, ഈ ലോകത്തിലെ സകല സുഖസൗകര്യമുള്ള കൊട്ടാരം വീട് തനിക്ക് മുമ്പിൽ അടഞ്ഞപ്പോൾ തങ്കശില്പ നിർമ്മിതമായ മറ്റൊരു കൊട്ടാരം സ്വർഗത്തിൽ തുറക്കുന്നത് ആ ഭക്തൻ വിശ്വാസം കണ്ടാൽ കണ്ടു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന ധനമെന്ന് ആ ഭക്തൻ എണ്ണി. മായി വിളങ്ങും പട്ടണമാണ് പുത്തനേറുശലേം പരിഗാതുല്യം തങ്കാ നിർമ്മിതാമ പട്ടണമാവിന്റെ ഭംഗി വന്യമല്ലോ ഭംഗി വന്യമല്ലോ പരിഗാതുല്യം തങ്കാ നിർമ്മിതാമ പട്ടണമാവിന്റെ ഭംഗി വന്യമല്ലോ ഭംഗി വന്യമല്ലോ. നിറവേറുമായി നിൽക്കുന്ന സാറാമ്മയുടെ കയ്യും പിടിച്ച് കോശി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു. കയറി കിടക്കുവാൻ ഒരിടമില്ല, ആരും സഹായത്തിനില്ല, ആരുടെയും ആശ്രയമില്ല. സമയം രാത്രിയായി. എങ്ങോട്ട് പോകണമെന്ന് ഒരു എത്തും പിടിയുമില്ല. അങ്ങനെ എത്ര ദൂരം മുന്നോട്ട് നിന്നെന്ന് അവർക്കറിയില്ല. അവസാനം സാറാമ്മ തന്റെ പ്രിയതനോട് പറഞ്ഞു, അച്ഛയ, ഇനി എനിക്ക് വയ്യ അച്ഛയ, എന്റെ കൈകൾ കിഴയ്ക്കുന്നു, കാലുകൾ കുഴയുന്നു, തൊണ്ട വരളുന്നു. അടുത്ത് കണ്ട കടത്തിണ്ണയിൽ അല്പം വിശ്രമിക്കാമെന്ന് കരുതി രണ്ടുപേരും ആ അർദ്ധരാത്രി സമയത്ത് അവിടെ ഇരുന്നു. അതിവേദനയാൽ പൊളയുന്ന തന്റെ ഭാര്യയെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ഞെരുക്കത്തിന്റെ ഇടയിലേക്ക് ഒരു അതിഥി കൂടി വിരുന്നിനെത്തുന്നു. വേദന അതികഠിനമായി, ശരീരം വലിഞ്ഞു മുറുകുന്നു, കണ്ണുകൾ ഉന്തി, നാക്ക് തൊണ്ടയുടെ പറ്റി ഒരു തുള്ളി വെള്ളത്തിനായി അവൾ കൊതിച്ചു. കാലുകൾ കുഴയുന്നു, കണ്ണുകൾ മറിയുന്നു. തന്നോടൊപ്പം ഇറങ്ങിയ തന്റെ പ്രിയപ്പെട്ടവൾ തന്നെ വിട്ടുപോവുകയാണോ? കോശി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിശ്രമിച്ചു. അവളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ആശ്വസിച്ചു. ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ നിന്നെ വിളിച്ചവരുള്ളോ തന്നെ പോലെ കാത്തിടുമേ നിന്നെ വിളിച്ചവരുള്ളോ തന്നെ മണി പോലെ കാത്തിടുമേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. സമയം അർദ്ധരാത്രി. ഒരു കൈ സഹായത്തിനായി കോശി ചുറ്റോട് ചുറ്റും നോക്കി. ആരുമില്ല. അതാ വേദന കൊണ്ട് പൊളയുന്ന സാറാമ്മ. ചുറ്റോട് ചുറ്റും നോക്കി. അതാ അങ്ങ് ദൂരെ അവിടെ ഒരു റാന്തൽ വെളിച്ചം. സത്യമോ വിദ്യമോ എന്നറിയത്തില്ല. കണ്ണുകൾ മുറുക്കിയടച്ചു. ഒരിക്കൽ കൂടി നോക്കി. അയ്യോ, ശരിയാണ്. ആ വിളക്കം അല്ല, ആ വെളിച്ചം തന്റെ നേർക്കടുത്ത് വരുന്നു. അറിയാൻ വേണ്ട ഉദ്യോഗഭരിതമായ ചില നിമിഷങ്ങൾ മുന്നോട്ട് കടന്നുപോയി. ആ ഇരുണ്ട വെള്ളത്തിൽ ആ മുഖം കൊണ്ട് കോശി തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ നിന്നുപോയി. തന്നെ രക്ഷയിലേക്ക് നടത്തിയ കൊച്ചുകുഞ്ഞു ഉപദേശി ഒരു ദൈവദൂതനെ പോലെ തന്റെ മുന്നിലെത്തിയിരിക്കുന്നു. ഏറെ വൈകിയാണ് ഉപദേശി നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അറിഞ്ഞ മാത്രയിലെ കോശിയും കുടുംബത്തെ തേടി പുറപ്പെട്ടതാണ്. കോശിയും ഉപദേശിയും കൂടി സാറാമ്മയെ കിടത്തി കാളവണ്ടിയിൽ കിടത്തി. പുറത്ത് കോശിയും ഉപദേശിയും മാത്രം. അകത്ത് അതിവേദനയാൽ ഭാരപ്പെടുന്ന സാറാമ്മ. പുറത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിസ്സഹായാവസ്ഥ നിൽക്കുന്ന രണ്ട് ഭക്തന്മാർ. അവർ കരങ്ങളോട് ചേർത്തു. അവർ കരയുവാൻ തുടങ്ങി. ആ കരച്ചിലൊരു പ്രാർത്ഥനയായി മാറി. പ്രാർത്ഥന ഒരു നിലവിളിയായി മാറി. രണ്ട് ഭക്തന്മാരുടെ നിലവിളി സ്വർഗം കേട്ടു. അതാ കാളവണ്ടിക്കതൊരു കുഞ്ഞിന്റെ കരച്ചിൽ. കോശി അടുത്ത് ചെന്നു. ആ കുഞ്ഞിനെ കൈകളിലെടുത്തു. തന്റെ രക്തത്തിലുണ്ടായ തന്റെ ആദിജാതൻ ചുണ്ടോട് ചേർത്ത് തെരുതെരെ ചുംബിച്ചു. തന്റെ മുഖഭാഗവും
സാറാമ്മയുടെ ചിരിയുമുള്ള ഒരു ചക്കരമുത്ത്. കോശിയും സാറാമ്മയും കൂടി ആ കുഞ്ഞിനെ ഉപദേശിയുടെ കയ്യിൽ കൊടുത്തു. ഉപദേശി ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കല്ലേലിയിലെ ആദ്യത്തെ ശിശുപ്രതിഷ്ഠ. അന്ന് ഇപ്പൊ ഈ കാണുന്ന പോലെ അത്യാധുനിക വാദ്യോപകരണങ്ങളോ ഗായസംഘങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അന്ന് സ്വർഗീയ ദൂതഗണങ്ങൾ മണിവീണ വിട്ട് ഇപ്രകാരം പാടി: സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. വീടും കൂടി നഷ്ടപ്പെട്ട കോശിയുടെ കുടുംബത്തിനും ഉപദേശിയുടെ വാടക വീട് ആശ്രയമായി. തന്റെ സാക്ഷ്യവും തനിക്കറിയുന്ന രീതിയിൽ ദൈവജനവും കോശി അവരോട് പ്രസംഗിച്ചു. അങ്ങനെ അനേകർ ദൈവത്തിന് ഹൃദയം കൊടുത്തു. അനേകർ സത്യ ആരാധനയ്ക്ക് കടന്നു വന്നു. അങ്ങനെ ആ ഭവനത്തിൽ ആദ്യത്തെ ബെന്തക്കോസ് ആരാധന ഉടലെടുത്തു. താൻ അനുഭവിച്ച ദൈവസ്നേഹം, കരുതല്, താനൊരിച്ച വിടുതല് തനിക്കറിയാവുന്ന രീതിയിൽ താൻ മറ്റുള്ളവരോട് പറഞ്ഞു. ആദ്യം എതിർത്ത പലരും പിന്നീട് ഈ മാർഗം സത്യമാണെന്നറിഞ്ഞു. അനേകർ മാനസാന്തരപ്പെട്ടു. രോഗികൾ സൗഖ്യം പ്രാപിച്ചു. സമുദായിക കോട്ടകൾ തകർന്നു. ജനം സത്യം മനസ്സിലാക്കി. കൂട്ടം കൂട്ടമായി കുടുംബം കുടുംബമായി അനേകർ സത്യദൈവത്തിന് മുമ്പില് പരമാർത്ഥതകൾ മുട്ടുമടക്കി. കൊട്ടാരത്തിൽ കോശി ഉപദേശിയായി മാറി. അങ്ങനെ കല്ലേലിൽ ആരംഭിച്ച പെന്തക്കോസ്തിന്റെ അഗ്നി തന്റെ മക്കളിൽ കൂടിയും കൊച്ചുമക്കളിൽ കൂടിയും ലോകത്തിന്റെ 5 വൻകരകളിൽ വ്യാപരിച്ചു. അങ്ങനെ നല്ല വാർദ്ധക്യത്തില് തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് കോശി ആ നല്ല പ്രായത്തില് താൻ പ്രിയം വെച്ച്, നല്ല വാർദ്ധക്യത്തില് ആ താൻ പ്രിയം വെച്ച കർത്താവിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. മരണജോർദാന്റെ തീരത്ത് മുൾമുടിയൂടിയ കർത്താവ് പൊൻകിരീടം ചൂടി ദൂതഗണങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് ആ ഭക്തനെ എതിരേറ്റു. കോശിയുടെ മരണമറിഞ്ഞ അന്ന് ആ നാട് ദുഃഖത്തിലായി. കോശിയുടെ മരണം നാടിന്റെ ദുഃഖമായി, നാട്ടുകാരുടെ ദുഃഖമായി. ദേശം മഹനീയമാര് യാത്ര നടപ്പ് നൽകി ആ ഭക്തനെ യാത്രയാക്കി. അന്ത്യചുംബന സമയത്ത് ആ വൃത്തമാതാവിന്റെ കണ്ണു നിന്നു 2 തുള്ളി കണ്ണുനീർ അടർന്ന് താഴെ വീണു. ഭൗതിക ശരീരത്തിന് ചുറ്റും നിൽക്കുന്നു. മക്കളെയും കൊച്ചുമക്കളെയും ചേർത്ത് പിടിച്ച് കരങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മാതാവും കൊച്ചുമക്കളും മക്കളുമായിട്ട് ഏതാണ്ട് 25ഓളം പേർ ഉയരത്തിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശയോടെ ഇപ്രകാരം പാടി: നേരം കാണും പേർവിളിക്കും, നേരം കാണും പേർവിളിക്കും, നേരം കാണും പേർവിളിക്കും, നേരം കാണും എൻ പേരും പേർവിളിക്കും, നേരം കാണും പേർവിളിക്കും, നേരം കാണും പേർവിളിക്കും, നേരം കാണും പേർവിളിക്കും, നേരം കാണും എൻ പേരും. പ്രിയ ദൈവമക്കളെ, അങ്ങനെ കല്ലേലിയിലെ, കുമ്പനാട്, റാന്നിയിലെ, തെങ്ങലിലെ എന്ന് വേണ്ട കേരളത്തിന്റെ നാനാഭാഗങ്ങളിലെ പെന്തക്കോസ്തിന്റെ അഗ്നി വ്യാപരിച്ചു. അതിനിമിത്തം അനേകർക്ക് സകലവും നഷ്ടപ്പെട്ടു. കൊടിയ മർദ്ദനങ്ങൾ സഹിച്ചു. ചിലർ രക്തസാക്ഷികളായി മാറി. എങ്കിലും അറിഞ്ഞ സത്യത്തിനു വേണ്ടി പിതാക്കന്മാർ ഉയരോടെ നിന്നു. വിശ്വാസത്തിനു വേണ്ടി സകലവും നഷ്ടപ്പെട്ടിട്ടും അവർ ദർശനം കൈവിടാതെ മുന്നോട്ട് യാത്ര തിരിച്ചു. അവർ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ആദിമ പിതാക്കന്മാർ ആത്മാവിലും അനുഭവത്തിൽ ദൈവത്തെ ആരാധിച്ചു. ആദിമ പിതാക്കന്മാർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ, ഈ വിശ്വാസം നിമിത്തം എന്തൊക്കെ നഷ്ടപ്പെട്ടോ, അതെല്ലാം 2ാം തലമുറയ്ക്ക് ദൈവം മടക്കി കൊടുത്തു. ധനം കൊടുത്തു, ഭാവി കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ആയുസ്സിനെ കൊടുത്തു, കുഞ്ഞുങ്ങളെ കൊടുത്തു. ലോകത്തിന്റെ നാനാഭാവങ്ങളിലേക്ക് 2ാം തലമുറ ചിതറിപ്പാർത്തു. നല്ല നല്ല ജോലികൾ കൊടുത്തു. എന്നാൽ 1ാം തലമുറയ്ക്കുണ്ടായിരുന്ന ദർശനം 2ാം തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു. 1ാം തലമുറ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ദൈവത്തെ ആരാധിച്ചുവെങ്കിൽ 2ാം തലമുറ അനുകരണങ്ങളായി മാറി. പ്രിയ ദൈവമക്കളെ, 3ാം തലമുറയിലേക്ക് നാം പലപ്പോഴും അഭിനയങ്ങളായി മാറുന്നു. ശരിയല്ലേ? പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം അഭിനയങ്ങളായി മാറുന്നു. ഈ രാത്രികാലം ആരൊരു തീരുമാനമെടുക്കും?
ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിലെ ആത്മീയ സന്തോഷം എനിക്ക് മടക്കി വേണം. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിലെ ആ ആരാധന എനിക്ക് മടക്കി വരണം. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ നാളിൽ ആത്മീയ സന്തോഷം എനിക്ക് മടങ്ങി വേണം. എനിക്ക് ആരാധിക്കുവാനായി, എനിക്ക് പാടുവാനായി, എനിക്ക് പ്രാർത്ഥിക്കാനായി. നിന്റെ ജീവിതത്തിൽ എന്താണ് തടസ്സം? നിന്റെ ജോലിയാണോ? നിന്റെ കുഞ്ഞുങ്ങളാണോ? ആരാ തെറ്റ് ചെയ്തത്? ഈ രാത്രിക്കാൽ ആരിന് മടങ്ങി ഒരു തയ്യാറെടുക്കുന്നു? ആരിന് മടങ്ങി ഒരു തയ്യാറെടുക്കുന്നു? മൂന്നാം തലമുറയെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ പലപ്പോഴും അഭിനയങ്ങളായി മാറുമ്പോഴേ മുന്നോട്ട് യാത്ര തിരിക്കുവാൻ, ആ വിശ്വാസ കപ്പിൽ എത്തിച്ചേരുവാൻ ഈ രാത്രികാലം ആര് തങ്ങളെ തന്നെ ഏൽപ്പിക്കും? ഈ രാത്രികാലം ആ ആത്മീയ അഭിഷേകം എനിക്ക് വേണം. പണ്ട് നാളുണ്ടായിരുന്ന, രക്ഷിക്കപ്പെട്ട ആദ്യ നാളുണ്ടായിരുന്ന ആത്മീയ അഭിഷേകം എനിക്ക് വേണം എന്ന് താല്പര്യമുള്ള ആരുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് വേണം. എണ്ണയുണ്ടോ നിൻവിളക്കിൽ